ഞാൻ സുതിമോൾ. കുറെ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, സുതിമോൾ എങ്ങനെ ഈ ഒരു ചിരി ബമ്പർശ്ശേരി വന്നു? അതൊരു ഭയങ്കര കഥയാണ് കേട്ടോ. ഞാൻ പൊറോട്ട കമ്പനിലൊക്കെ പോയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ സുണ്ടപ്പനുണ്ടായി, 2 വയസ്സുള്ള ഇപ്പോൾ അവൾക്ക്. സുണ്ടപ്പനുണ്ടായി കഴിയുമ്പോൾ എനിക്ക് വേറെ എങ്ങും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടാ ഒറ്റയ്ക്ക് ഇതായി കഴിഞ്ഞാൽ എന്തോ ഇതുപോലെ. അപ്പോൾ എനിക്കിങ്ങനെ ഒത്തിരി വർക്ക് ചെയ്ത് പിരിവില്ലാതെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെറുതെ ഇരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് ഒരു തൊഴിലുറപ്പ് പേര് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിനായിട്ട് വന്നാലും അവളെ ഒത്തിരി പേര് അമ്മമാരൊക്കെ ഉണ്ടല്ലോ, എന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ജനങ്ങളായിരുന്നു ഇവിടെ ഉള്ള സമയത്ത്. അപ്പോൾ എൻ്റെ ആ കുഞ്ഞിനെ നോക്കാനും എടുക്കാനും ഒത്തിരി അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും എന്നോട് പറഞ്ഞു, സുതിമോളെ നീ വാടി, ഞങ്ങളുണ്ടല്ലോ കുഞ്ഞിനെയൊക്കെ നോക്കി ഞങ്ങളെ പിടിച്ചോളാം, നീ ഇടയ്ക്കൊക്കെ ഒന്ന് പണി എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തതിൻ്റെ ഇതിൽ ഞാൻ പോയി പഞ്ചായത്തിൽ കൊണ്ട് തൊഴിലുറപ്പിന് അപേക്ഷ കൊടുത്തു. തൊഴിലുറപ്പ് പാസ്സായി വന്നു. ആദ്യമാണ് ഞാൻ തൊഴിലുറപ്പിന് ചെന്നു. അത് ഞങ്ങൾ തൊട്ട് പടിഞ്ഞാറായിരുന്നു. അവിടെ ഒരു 3 ദിവസം പണിയെടുത്തു. ആ സമയത്താണ് എനിക്ക് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ട് വടക്കേക്കരയിൽ ഇളയപാടെന്ന് പറയുന്ന സ്ഥലത്ത് തൊഴിലുറപ്പ് വഴിസൈഡ് മൊത്തം ക്ലീൻ ആക്കുന്ന ഒരു തൊഴിലുറപ്പ് വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വടക്കേക്കരയിലോട്ട് പോകുന്നത്. വടക്കേക്കര ചെന്ന് തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കാർത്തിക് സൂര്യ സ്പോട്ട് ഓഡീഷനായിട്ട് ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ ആ ഏരിയയിലൊക്കെ വന്ന് കുറച്ച് ആ ഒരു ബമ്പർശ്ശേരിയെ പറ്റി അന്വേഷിക്കുകയും അവരുടെ സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു ഷൂട്ട് ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ കാർത്തിക് സൂര്യ അവിടെ വടക്കേക്കര ഇളയപാടത്ത് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ്, സുധി എല്ലാവരും ഇങ്ങനെ കാർത്തിക് സൂര്യ വരുന്നുണ്ട്, നീ ഇവരൊന്നും നേരിട്ട് കണ്ടിട്ടില്ലേ, വന്ന് കാണുക കേട്ടോ എന്ന്. സത്യം പറഞ്ഞ എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ കാർത്തിക് സൂര്യ കാണാൻ പോയത് അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ, എനിക്കാണ് എല്ലാവർക്കും അറിയാൻ പറ്റും, വാ തോരാ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വായി നാക്ക് കിടക്കത്തേ ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ നിന്ന് അവിടെ ചെന്നിങ്ങനെ കർത്തശ്ശേരിയൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു, സുധി നിനക്ക് സ്റ്റാൻഡപ്പ് പറയാൻ താല്പര്യമുണ്ടോ, അത് സെറ്റ് ആവുമായിരിക്കും നീ എന്ന് പറഞ്ഞ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു ചിരി ബമ്പർശ്ശേരി അവർ ടീമിനോട് സംസാരിച്ച് അവൾ നന്നായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്, ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഒരു സാറ്, എനിക്കതിൻ്റെ പേര് പറയുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. അപ്പോൾ ആ ഒരു സാർ എൻ്റെ അടുത്ത് വന്നു, സുധിക്ക് ഒരു ചിരി ബമ്പർശ്ശേരി സ്റ്റാൻഡപ്പ് പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പൊന്നെ എനിക്കൊന്നും അറിയാൻ പോലെ എന്നെ വിട്ടുകളഞ്ഞേക്ക് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ്. അതും പറഞ്ഞ് ഞാനിങ്ങ് പോരുകയും ചെയ്ത്. പക്ഷെ നമ്മുടെ നമ്പർ അവിടെ, എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞങ്ങൾ വേറെ അയൽവക്കത്തുള്ള ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലോട്ട് ഒരു കോള് വന്നിട്ട് പറഞ്ഞ് ഒരു 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അയക്കാവോ ചേച്ചിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ്. അങ്ങനെ 2 ദിവസം അയച്ചില്ല. 3-ാമത്തെ ദിവസം പിന്നെ ചേട്ടായുടെ നിർബന്ധം, ചേട്ടായി പറയടി പെണ്ണ, ചിലപ്പോൾ ഇത്രയും വലിയൊരു ഷോയൊക്കെ അല്ലേ, നിന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ലേ, അപ്പം നീ ഒന്ന് ചെന്ന് നോക്കടി, ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ ദൈവമായിട്ട് കിണിഞ്ഞ് വന്നേക്കുന്ന ഒരു അവസരമാണെന്ന് പറയാൻ പറ്റത്തില്ല, നീ ഒന്ന് ചെന്ന് നോക്കും മോളെ എന്ന് പറഞ്ഞ്. അങ്ങനെ ചേട്ടായുടെ നിർബന്ധത്തിന് ഞാൻ വീഡിയോ അയച്ചു. സന്തോഷമായിട്ട് വീഡിയോ അയച്ചു. പക്ഷെ ആ വീഡിയോ അയച്ച് 3-ാമത്തെ ദിവസം എനിക്ക് അവിടെ നിന്ന് വിളി വന്ന് 17-ാം തീയതി അവർ മഴവിൽ മനോരമ വെച്ച് ഒരു ഓഡിഷൻ നടത്തുന്നുണ്ട്, അവിടെ വരെ ഒന്ന് പറയാമോ ചേച്ചിയെന്ന് ചോദിച്ചു. എനിക്കാണ് എൻ്റെ പൊന്നെ ഭയങ്കര പേടി. വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല, പോയിട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ. നമ്മളിവിടെ വീട്ടിൽ ഇരുന്ന് ഞാൻ കാണാതെ കഥ പറയുമ്പോഴാണോ ഇത്രയും വലിയ സ്ഥലത്തൊക്കെ പോയെന്ന് പറയണം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോകാനായിട്ട്. അപ്പം ഞാൻ ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ചേട്ടായി പറഞ്ഞു, എടി ആടി നമുക്ക് പോയി നോക്കാടി വേണ്ടെന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ ഞങ്ങൾ പോയി കേട്ടോ. അവിടെ ചെന്ന് മഴവിൽ മനോരമയുടെ ഗേറ്റ് കടന്ന് പോകുമ്പോൾ ഇപ്പോഴും ആ സെക്യൂരിറ്റിമാർക്ക് എന്നെ ഓർമ്മ കാണും. ചേട്ടാ ഈ അംഗനവാടിയിലൊക്കെ മക്കളെ ആക്കാനായിട്ട് വാടിയെടുത്ത് അടിച്ച് പോടി സ്കൂളിൽ ഇതൊക്കെ പറയുമ്പോഴാണ് എന്നെ മഴവിൽ മനോരമ കൊണ്ടുപോയത്. അതിൽ വലിച്ചു പറിച്ചാണ് കൊണ്ടുവന്നത്. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ എന്നെ കണ്ട് പരിചയമുള്ള സാറ് വന്നേച്ചും പറഞ്ഞു, സുധി ഇപ്പോൾ തന്നെ വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ്. ഞാൻ അവിടെ ചെന്ന് ആദ്യം അച്ഛൻ്റെ വണ്ടി വിളിക്കാൻ പോയ കഥ പറഞ്ഞ്, അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഓഫീസിൻ്റെ കഥ പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ആ സാർ പറഞ്ഞു, യു ആർ സെലക്ട് എന്ന് പറഞ്ഞു. അങ്ങനെ യു ആർ സെലക്ട് എന്ന് പറഞ്ഞെങ്കിലും അത് എന്നാ സംഭവമായാലും ഇംഗ്ലീഷിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലായിരുന്നില്ല. സാർ എന്താ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ പുറത്ത് വന്നിരുന്നു. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുറത്ത് വെച്ച് പറഞ്ഞു, നിങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ ഇല്ല, ഞങ്ങൾ അടുത്താണ്, ഞങ്ങൾ പോയി വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സെലക്ട് ആയെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ചിരി ബമ്പർശ്ശേരി സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, അവിടെ സ്പോട്ടിൽ പൈസ അവർ നമ്മുടെ കൈ തരുക. ഞാനും അതാ കണ്ടേക്കണത്. സ്പോട്ടിൽ പൈസ കൈ തരുമ്പോൾ എൻ്റെ ധാരണ എന്നാന്ന് ചോദിച്ചാൽ അവിടെ കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ. ചെന്ന് നമ്മൾ കഥകളൊക്കെ സെറ്റാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ധാരണ എന്ന് വെച്ചാൽ 5000 രൂപ അടിച്ചാലും കുഴപ്പമില്ല.
കാരണം കുഴപ്പമില്ല, നമ്മൾ ബമ്പറായിട്ട് ആഗ്രഹിച്ചില്ല, ബമ്പർ കിട്ടൂല, നമുക്കുള്ള കഴിവ് ഉണ്ടോ എന്ന് നമുക്ക് ഇല്ല, അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ 5000 രൂപയാണ് സത്യത്തിൽ പ്രതീക്ഷിച്ചത്. ആ 5000 രൂപ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ അത് കൊണ്ടുവന്ന് പച്ചക്കറി മേടിക്കണം, കൊച്ചിക്ക് ഡ്രസ്സ് മേടിക്കണം, ചേട്ടായിക്കൊരു ഇത് മേടിക്കണം, ഷർട്ട് മേടിക്കണം, അങ്ങനെ കുറേ ആഗ്രഹം കൊണ്ടാണ് കൊച്ചുങ്ങളെയും ചേട്ടാനെയും മാത്രം മനസ്സിൽ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. ഫ്ലോർ കയറുന്ന അന്ന് ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ ഈ വെല്ലുക്കാട്ടിന് തീ കത്തിച്ചിട്ടിട്ട് നടുക്ക് കയറ്റി നിർത്തുക, ആ ഒരു ഫീലായിരുന്നു എനിക്ക്. ഫ്ലോറിൽ കയറി ചെന്ന് എല്ലാവരും അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഫ്ലോറിൽ കയറി ചെല്ലുമ്പോഴോ ഭയങ്കര പേടിച്ച് വരണ്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് എന്നാ കാര്യങ്ങളൊന്നും. സത്യം പറയാൻ സ്വർഗ്ഗലോകമാണ് ഈ ഒരു ചിരി പമ്പറച്ചിരി ഫ്ലോറ്. ഒരു സ്വർഗത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ചിട്ടോ, ചിലർക്കൊന്നും ഉണ്ടാവില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ അവിടെ പോയത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 5000 രൂപ നമ്മുടെ വീട്ടിൽ സാധനം മേടിക്കാനാണ്. പക്ഷെ പലരും വലിയ വലിയ ഷോകളിലൊക്കെ പോകുന്നത് ചിലപ്പോൾ സെലിബ്രിറ്റി ആകാനും 10 പേര് അറിയുന്ന ഒരാളാകാനായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പോയ ഒരാളല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവിടെ കയറണം, ഒരു 5000 രൂപ അത്ര നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഫ്ലോറിൽ കയറി. സ്റ്റാൻഡപ്പ് പറയാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം സ്റ്റാൻഡപ്പ് എന്നതാണെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ മേലെ. ചിലർ കണക്ട് ചെയ്താണ് ഇങ്ങനെ കഥകൾ പറയുന്നത്. എനിക്ക് സ്റ്റാൻഡപ്പ് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും അറിഞ്ഞുകൂടാ കേട്ടോ. അന്നും അറിഞ്ഞുകൂടാ, ഇപ്പോഴും അറിഞ്ഞുകൂടാ. സ്റ്റാൻഡപ്പ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ ഇങ്ങനെ എൻ്റെ ചേട്ടാ അങ്ങനെ കണക്ട് ചെയ്തൊന്നും എനിക്ക് എല്ലാവരും പോലും പറയാം. എനിക്കൊരു കഥയുണ്ട്, കാരണം നമ്മുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും അതങ്ങനെ പറയാൻ എനിക്ക് സ്റ്റാൻഡപ്പ് എന്നാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അപ്പം ഞാനത് എൻ്റെ കുറച്ച് ജീവിതകഥകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാവരും എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെ പറഞ്ഞ് അപ്പം എൻ്റെ ധാരണ എന്നാണെന്നറിയാമോ, ഈ ഒരു പ്രാവശ്യമാണ് ഞാൻ ആ ഫ്ലോറിൽ കയറുന്നുള്ളൂ. പിന്നെ ചെല്ലേണ്ട വരുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മൊത്തം അവിടെ അടിച്ച് തീർത്ത്. എന്നാലും വന്നല്ലേ കിടക്കട്ടെ ഒരു സാധനം എന്ന് ഓർത്തിട്ട്. എനിക്ക് ഒരു 32 വയസ്സാണ് എനിക്ക്. ഈ 32 വയസ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് കംപ്ലീറ്റ് ഞാൻ വെച്ചലക്കി. പിന്നെ ഒന്നുമില്ല പറയാൻ, കംപ്ലീറ്റ് സ്റ്റാൻഡ് വരെ പറഞ്ഞു തീർത്തു. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ടച്ച് ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ബമ്പർ അടിക്കുന്ന സീൻ എനിക്ക് ഇപ്പോഴും അത് മറക്കാൻ പറ്റുന്നില്ല. ബമ്പറാണെന്ന് എനിക്ക് അറിഞ്ഞു. അപ്പോഴും 5000 രൂപയാണ്, 5-15 അതിൽ കൂടുതൽ എൻ്റെ മനസ്സിൽ കൂടി ചിന്തിച്ചിട്ടില്ല. മജ തിരിഞ്ഞു നോക്കുന്നു പറഞ്ഞ് ബമ്പർ അടിച്ച് ആ സിറ്റുവേഷൻ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും കിളി പോകും. ഞാൻ ബമ്പർ അടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 ദിവസം അടപടല കടന്നുപോയി. ബോധം ഉണ്ടായിരുന്നില്ല, സകല നിയന്ത്രണം വിട്ടുപോയി. അത്രയ്ക്ക് സീനായിരുന്നു അത്. 3 ദിവസം ചേട്ടയെ ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കും, അത്രയ്ക്കും കടന്നുപോയി. ഞാൻ ആകെ തല കറങ്ങിപ്പോയി. എല്ലാവർക്കും ഒക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞത്, എനിക്ക് അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ വൈറലായതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഫോൺ ഉണ്ടായിരുന്നില്ല, ടച്ച് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വൈറലാകുന്നതോ കാണുന്നതോ ഒന്നും ഞാൻ അറിയണില്ല. രണ്ടാമത്തെ എപ്പിസോഡിന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്നോട് ഒത്തിരി പേരൊക്കെ ഇങ്ങനെ വന്നു, ശ്രുതി വൈറലാകുന്നുണ്ട്, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം ഞാൻ ഓർക്കുന്നു, ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി വന്നത് എൻ്റെ തലവര മാറിയ ഒരു ഇതാണെന്ന് ഓർക്കുന്നു ഞാൻ. കാരണം ഞാൻ ആ ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി പോകുമ്പോൾ എനിക്ക് ഒത്തിരി കഷ്ടപ്പാടും ദുരിതത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന സമയത്താണ്. അത് ഞാൻ പറയുന്നില്ല, ആ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പറയണ്ട, അത് പോട്ടെ, അതൊക്കെ പോയ കാര്യങ്ങൾ. ഈ വീട്ടിൽ ഞാൻ അത്രയ്ക്കും പ്രഷറിൽ ഞാനും എൻ്റെ കെട്ടിയവനും അനുഭവിച്ച് ആകെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ വമ്പർച്ചിരിയിൽ എനിക്ക് സെലക്ട് കിട്ടി ഞാൻ പോകുന്നത്. അതുകൊണ്ട് ആ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞ് അത് വേറെ ലെവലിലോട്ട് പോകും. അതൊന്നും പോട്ടെ, അത് കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ പോട്ടെ, അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇനി. അപ്പോൾ അവിടെ ചെന്നത് അത് ആ സാർ അന്ന് എന്നെ സെലക്ട് ചെയ്ത് ശ്രുതി ഓക്കെ കുഴപ്പമില്ല എന്ന് ആ സാർ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ തലവരെ മാറിയത്. ഇല്ല, ആ സാറ് പറയാം സെറ്റ് ആവില്ല ശ്രുതി പൊക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ആരും എന്നെ അറിയാതെ പോകുമായിരുന്നു. എൻ്റെ തലവര എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കണം എല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങളിൽ ഒരാളായിട്ട് എല്ലാവരും എന്നെ ഏറ്റെടുത്തു. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി പോയത്. കാരണം എനിക്ക് ഈ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത ആളാണ്, സ്വന്തക്കാരുടെ ബന്ധക്കാർ. എന്ത് കഷ്ടപ്പാടും ദുരിതവും വന്നാലും എന്നോട് ചോദിക്കാൻ, എനിക്ക് വേണ്ടി ചോദിക്കാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി വന്നതിന് ശേഷം എനിക്ക് ഇഷ്ടംപോലെ ആളായി കേട്ടോ. അച്ഛന്മാരും അമ്മമാരും കൂടെപ്പിറപ്പും അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ഒരു ചിരി ഇരുചിരി വമ്പർച്ചിരി ടീമിനോടാണ്. അവരൊറ്റ ഒരാളാണ്, ടീമാണ് എന്നെ ഇത്ര എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാക്കി തന്നത്. അതിനെനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ മരിച്ചാലും മറക്കൂല. പിന്നെ അവിടുത്തെ ജഡ്ജസ്
ഒത്തിരി സപ്പോർട്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ടെൻഷനായിട്ടായിരിക്കും നമ്മൾ ആ ഫ്ലോറിൽ ചെല്ലുന്നത്. പക്ഷെ അവർ ഒത്തിരി നമ്മളെ ജഡ്ജസ് അപ്പം തന്നെ പറഞ്ഞ് സുധീർ ടെൻഷൻ അടിക്കണം, നമ്മളുണ്ട് കൂടെ എന്തായാലും പറഞ്ഞു എന്നൊരു കോൺഫിഡൻസ് തരുമ്പോഴാണ് ഞാൻ റിയൽ ആയിട്ട് നിന്ന് സംസാരിക്കണത്. അവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. നമ്മളൊക്കെ സാധാരണക്കാർക്ക് പോയി ചെയ്യാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് ഒരു ചിരി പമ്പർച്ചിരി എന്ന പ്രോഗ്രാം. എല്ലാവരും ഒരു 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അയക്കുക, അവിടെ സെലക്ട് ആകുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കുക. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അവർക്ക് എന്തായാലും നമ്മളിൽ എന്തെങ്കിലും നിസ്സാര കഴിവ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് പിടിച്ചെടുത്തിരിക്കും. അത് 100% എൻ്റെ ഗ്യാരണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച എൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൺ അടിക്കുക, കമൻറ്റ് ചെയ്യുക.